നമസ്കാരം. നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു നേരത്തെ ശ്രീ എം ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഗോവിന്ദൻ്റെ അപ്രമാദിത്വപരമായ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. എന്നെയും പിണറായി വിജയനെയും മാറ്റാമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. ഞങ്ങളെ മാറ്റാൻ നിങ്ങളായിട്ടില്ല, അതിനൊക്കോണം നിങ്ങളാരും വളർന്നിട്ടില്ല എന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയതായി കാണുകയും വാർത്തകളിൽ കാണുകയും വായിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ ഡെസ്പോട്ടിസമാണത്. അത്രയും സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു പ്രസ്താവന. പാർട്ടി എത്ര കണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു എന്നതിൻ്റെ ഒരു തെളിവാണത്. അത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സൈദ്ധാന്തങ്ങൾക്കെതിരെ വിരുദ്ധമാണ്, രീതികൾക്ക് വിരുദ്ധമാണ്. ജനാധിപത്യ അല്ലെങ്കിൽ ജനകേന്ദ്രീകൃത രീതിയിൽ നിന്ന് വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത്. സൂചനയല്ല, വർഷങ്ങളായി അത് അങ്ങനെയാണ്. അത് മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടുള്ളൊരു രീതിയാണ്. ഉൾപാർട്ടി ജനാധിപത്യവും അതേപോലെ തന്നെ വിമർശനങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ സൈദ്ധാന്തിക അപജയം അല്ലെങ്കിൽ പാർലമെൻ്ററി ഇലക്ഷനുകളിലൊരു തോൽവി അതിനെയൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് യോഗങ്ങൾ കൂടുകയും അതിൽ വിമർശനങ്ങൾ എല്ലാം തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ എക്സ്പോസ് ചെയ്യപ്പെടുകയും അതിനെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് തന്നെ CPM പോലെയുള്ളൊരു പാർട്ടിയിൽ സാധാരണമാണ്. കേഡർ പാർട്ടിയും കൂടിയാണല്ലോ. അപ്പോൾ വിമർശനങ്ങൾക്ക് കീഴ്പ്പെടുകയാണ് സാധാരണ പാർട്ടികളിലൊക്കെ ഉണ്ടാകുന്നത്. ആരും വ്യക്തി ആരാധന എന്നൊരു സംഗതി പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല. അതോടുകൂടി ആ സൈദ്ധാന്തം നിലം പൊത്തി എന്നർത്ഥമാണത്. അപ്പോൾ ആരും തന്നെ വിമർശനത്തിന് അതീതരല്ല. അത് പക്ഷേ വളരെ അച്ചടക്കത്തോടു കൂടി അവരുടെ പാർട്ടി യോഗങ്ങളിലാണ് അത് നടക്കുക. അവിടെ വരുന്ന നടപടികളെല്ലാം തന്നെ പാർട്ടിയുടെ നടപടിയായിട്ട് കണക്കാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഭൂരിപക്ഷ അഭിപ്രായങ്ങളെ മാനിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് CPMനുള്ളത്. അതിന് വിപരീതമായി ഇപ്പോൾ വിമർശനം വരുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പിലെ തോൽവിയും സൈദ്ധാന്തിക അപജയത്തെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള വിമർശനം വരുമ്പോൾ ഞങ്ങളെ തിരുത്താൻ നിങ്ങൾ മുതിരണ്ട, അതിന് നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് പറയുന്ന ഈ പാർട്ടി സെക്രട്ടറിയുടെ അപ്രമാദിത്വപരമായ ഒരു പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരെയൊക്കെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സൈദ്ധാന്തം ശരിക്ക് ശ്രീ എം ഗോവിന്ദനെ അറിയില്ല എന്ന് തോന്നുന്നു. കാരണം വിമർശനത്തിനെ ഭയക്കുക അല്ലെങ്കിൽ ഒരു അമാനുഷിക പരിവേഷം ഒരു വ്യക്തിക്ക് നൽകുക. ആ വ്യക്തി സർവജ്ഞാനിയാണ്, സർവകലാവല്ലഭനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൊന്നും ഒരിക്കലും തെറ്റ് വരില്ല എന്ന ഒരു മൂഢവിശ്വാസം ഉണ്ടാക്കുക. വ്യക്തി ആരാധന, ആ വ്യക്തി ഒരു ആരാധനമൂർത്തിയായി, ആ വ്യക്തിയെ ഒരു ആരാധനമൂർത്തിയായി പ്രതിഷ്ഠിക്കുക എന്ന ഒരു രീതി ഒക്കെയാണ് കാലങ്ങളായിട്ട് ഇപ്പോൾ CPMൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ തുറന്നു പോകുന്നത്, CPM എന്ന പാർട്ടി കൈകൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ക്ഷീണവും ഉണ്ടായി. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പാർട്ടി ഏതാനും ആളുകളുടെ കയ്യിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. അവർ പറയുന്നു ഞങ്ങളെ തിരുത്താൻ നിങ്ങളായിട്ടില്ല, പാർട്ടി ഞങ്ങളുടെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഞങ്ങളെ തിരുത്തണ്ട എന്ന് പറയുന്നു.
വിമത ശബ്ദങ്ങളെ, വിയോജിപ്പുകളെ, അല്ലെങ്കിൽ തിരുത്തൽ പ്രക്രിയ ആവശ്യപ്പെടുന്നവരെ ഒക്കെ നിശബ്ദരാക്കുന്ന ഒരു ശൈലി അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് വളരെ എവിഡൻ്റായിട്ട്, വളരെ എവിഡൻ്റായിട്ട് പുറത്തേക്ക് വന്നു ആ പ്രസ്താവനയിലൂടെ. ഇത്ര നാളും അത് എന്താ എല്ലാവർക്കും അറിയുന്ന, പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം അതാണ് അവിടുത്തെ രീതി എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം അത് നേരിട്ട് പറഞ്ഞു, ഞാനിവിടുന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പാർട്ടി സെക്രട്ടറിയായിട്ട് തുടരും, എന്നെയും പിണറായി വിജയനെയും ഒന്നും മാറ്റാമെന്നുള്ള വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട, നിങ്ങളാരും ഞങ്ങളെ മാറ്റാൻ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അണികളോടുള്ള വെല്ലുവിളിയാണ് ഈ കാണിക്കുന്നത്. ഞാനാണ്, ഐ ആം ദ സ്റ്റേറ്റ്, ലൂയി 14 ഒരു രീതിയാണ് അത്. CPM പോലത്തെ ഒരു പാർട്ടിക്ക് ചേരുന്നതാണ്. ഐ ആം ദ സ്റ്റേറ്റ്, ലൂയി 14 പറഞ്ഞത് ഐ ആം ദ സ്റ്റേറ്റ് എന്നും. അതേപോലത്തെ രീതി CPM പാർട്ടി നടക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണമായ പരാജയത്തിന് കാരണമാണ്. സോവിയറ്റ് റഷ്യയിലൊക്കെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ്റെ മരണാനന്തരം നികിത ക്രുഷ്ചോവ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. സീക്രട്ട് സ്പീച്ച് എന്നാണ് അറിയപ്പെടുന്ന ഒരു പ്രഭാഷണം. എങ്ങനെയാണ് സ്റ്റാലിൻ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്, അത് എങ്ങനെ പാർട്ടിക്ക് ദോഷം ചെയ്തു എന്ന രീതിയിലൊരു സുദീർഘമായ പ്രഭാഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, സ്റ്റാലിൻ ഇതേപോലെ തന്നെ വിമത ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തുകയും എല്ലാം ഒരു വ്യക്തിയിലേക്ക് അധികാര വികേന്ദ്രീകരണം ഉണ്ടായില്ല, പകരം എല്ലാ അധികാരങ്ങളും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ഇഷ്ടമില്ലാത്തവരെയൊക്കെ തന്നെ അടിച്ചമർത്തുകയും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുകയും അങ്ങനെയൊക്കെയാണ് സ്റ്റാലിൻ ഭരണം കൊണ്ടുപോയത്. അത് പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീസ്റ്റാലിനിസത്തിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ അതൊന്നും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ M. ഗോവിന്ദൻ. അല്ലെങ്കിൽ വളരെ പ്രായോഗികമായി പലതും പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഒരു ലീഗസി അയാളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് പല സംഗതികളുണ്ടാവാം, അത് ഭൗതികമായിട്ടുള്ള പല സംഗതികളുണ്ടാവാം, അത് അവിടെ ഇരുന്നു കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാവൂ എന്നൊരു അവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ കസേരയിൽ നിന്നിറങ്ങാൻ അദ്ദേഹം തയ്യാറല്ല. പിണറായി വിജയൻ ഒരുപക്ഷെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇറങ്ങാം, പക്ഷെ പിണറായി വിജയൻ അതിലും വലിയ പ്രശ്നത്തിലായി ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് പറയാനും പറ്റില്ല. അപ്പോൾ പരസ്പരം പുറമാന്തിയുള്ളൊരു ഇരിപ്പാണ് ഇതെന്ന് നമുക്ക് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലായി. അപ്പോൾ ജനങ്ങളും ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ നിങ്ങളിൽ സംതൃപ്തരല്ല, ഞങ്ങൾ നിങ്ങളിലെ കൈകളിൽ സംശുദ്ധമല്ലെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. ഒരു അന്വേഷണം വരുമ്പോൾ അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും. നമ്മൾ മടിയിൽ ഖനമില്ലാത്ത ഒരു അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയും. അന്വേഷണം ഒരു വഴിക്ക് വരും. അന്വേഷിച്ചിട്ട് നമ്മുടെ കൈകൾ സംശുദ്ധമാണെങ്കിൽ അന്വേഷണ ഏജൻസിക്കൊന്നും കിട്ടാനുണ്ടാവില്ലല്ലോ. പിന്നെ കള്ളക്കേസിൽ കൊടുക്കുമ്പോഴല്ലേ നമുക്കപ്പം നോക്കാം. ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ലല്ലോ, നിയമവാഴ്ചയൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികൾക്ക് നിയമവാഴ്ചയുടെ ആനുകൂല്യം കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സാധാരണക്കാരെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെയാണ് കള്ളക്കേസിലൊക്കെ കുടുക്കി ചോദിക്കാനും പറയാനും ആരില്ലാത്ത ആൾക്കാരൊക്കെ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് അതിനും ഒരു പരിധിവരെയൊക്കെ ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ED വന്നു, മകൾക്ക്, പിണറായി വിജയൻ്റെ മകൾക്ക് ED വന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അൺനെസസറി ഹ്യൂ ആൻഡ് ക്രൈ, എന്തൊരു അനാവശ്യമായിട്ടുള്ള കോലാഹലങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയത്. അതിന്ന് തന്നെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? രാഷ്ട്രീയക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആൾക്കാരെ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ചോദ്യം ചെയ്യാനോ വിളിക്കാനോ ഒന്നും പാടില്ല. അതൊരു ജനാധിപത്യ രീതിയാണോ? അവർ
ചില ആൾക്കാർ പ്രിവിലേജും പഴയൊരു രാജവാഴ്ചയുടെ ഒരു സംഗതി തന്നെയല്ലേ ഇവർ തുടർന്നു പോകുന്നത്. അപ്പോൾ അതിന് CPM-കാർ അദ്ദേഹത്തിൻ്റെ ഈ സീക്രട്ട് സ്പീച്ചിലൂടെ സ്റ്റാലിനിസം എന്ന്, അപ്പം ഡിസ്റ്റാലിനിസം വേണം എന്ന് അവർ അന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. ആ പ്രഭാഷണത്തിന് ശേഷമാണ് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം തന്നെ ഇല്ലാതായതെന്ന് പറയപ്പെടുന്നു. അപ്പം ഈ നമ്മൾ ആർക്കും സംശയിക്കാം, അധികാരം കൈയാളുന്ന ആൾക്കാരുടെ കയ്യിൽ സമ്പത്തും അധികാരം ദുർവിനിയോഗമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും സംശയിക്കാം. അപ്പോൾ സംശയിക്കുമ്പോൾ നമ്മൾ അന്വേഷണത്തിനായിട്ട് നമ്മൾ മാറി നിന്ന് കൊടുക്കുന്നത്, അത് എത്രയോ ജൂലിയസ് സീസറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് അദ്ദേഹം പറഞ്ഞെന്താ, സീസേഴ്സ് വൈഫ് മസ്റ്റ് ബി എബവ് സസ്പിഷ്യൻ എന്ന് പറഞ്ഞത്. സംശയത്തിന് സീസറിൻ്റെ ഭാര്യ പോലും, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് നിഴലിൽ നിന്നുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് അധികാരം കൈയാളുന്ന ആൾക്കാരെ അഴിമതി അല്ലെങ്കിൽ ഒരു ചെയ്യാതിരിക്കുക മാത്രമല്ല, സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും അവരുടെ പ്രവൃത്തികളിലും ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അവർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ആ സംശയത്തിൻ്റെ കരിനിഴലിൽ അവർ നിന്നുകൂടാ. അതുകൊണ്ട് സീസറിൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അത്രയും പാരമ്പര്യം നമ്മുടെ മാനവരാശിക്കുണ്ട്, നമ്മുടെ അധികാരികൾക്കുണ്ട്. നമ്മുടെ ചരിത്രത്തിലുള്ള മഹാരഥന്മാരായ അധികാരികളൊക്കെ കാണിച്ചിട്ടുണ്ട് അത്രയും ഉയർന്ന പാരമ്പര്യമൊക്കെ. അപ്പോൾ നമ്മളിലേക്ക് സംശയത്തിൻ്റെ കരിനിഴൽ വീഴണമെങ്കിൽ മാറി നിന്ന് നമ്മൾ അന്വേഷണത്തിന് ഇടുകയാണ് വേണ്ടത്. അതാണ് മാതൃകയാക്കേണ്ടത്. പക്ഷെ അവിടെ അള്ളി പിടിച്ചു വരുന്നതുകൊണ്ട് എന്നെ മാറ്റാമെന്ന് നിങ്ങൾ ആരും മോഹിക്കേണ്ട എന്ന് പറയുന്നത് ജനാധിപത്യത്തിനുള്ളൊരു വെല്ലുവിളിയാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന രീതിയാണ്, അണികളെ കൊഞ്ഞനം കുത്തുന്ന രീതിയാണ്. ആരുണ്ടാവും ഇത്തരം ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ? അപ്പോൾ ഇത് സ്റ്റാലിനിസം വീണ്ടും വരികയല്ലേ. സ്റ്റാലിനിസം അപ്പം ഈ സീക്രട്ട് സ്പീച്ച് ഡെലിവർ ചെയ്തോട് കൂടിയിട്ട് അവിടെ കമ്മ്യൂണിസം പൊളിഞ്ഞു. ഇവിടെ സീക്രട്ട് സ്പീച്ച് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ എല്ലാവർക്കും എല്ലാം അത്രയും സുതാര്യമായിരിക്കണം അധികാരത്തിലിരിക്കുന്നവരുടെ ജീവിതം വേണം. അതാണ് ജൂലിയസ് സീസർ മാതൃക കാണിച്ചത്. അതുപോലെ മാതൃക കാണിക്കില്ല, തിണ്ണമെടുക്ക് കാണിച്ച് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിൽ ഇത് അധികാരമോഹികളുടെ ഒരു പാർട്ടിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ഈ വേഷം കിട്ടുമ്പോൾ. അപ്പോൾ ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഇത്രയും അപ്രമാദിത്വപരമായ ഈ പ്രസ്താവനകൾ വളരെ ദോഷം പാർട്ടിക്ക് ചെയ്യും. നന്ദി, നമസ്കാരം.